ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യെസ് ബാങ്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ് ബാങ്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷനായിട്ട് യെസ് ബാങ്കിൽ നല്ലൊരു ബിയറിഷ് മൊമെൻറ്റമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിലും, അതായത് 28 ജനുവരി 2021 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ യെസ് ബാങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ബിയറിഷ് മൊമെൻറ്റം ഉണ്ടായത്? ഈ ബിയറിഷ് മൊമെൻറ്റത്തിനുള്ള എക്സ്പ്ലനേഷനായിട്ട് AMK റിസർച്ച് ഏജൻസി ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളും കൂടാതെ പ്രമുഖ ബ്രോക്കേഴ്സ് നൽകിയ ലെവൽസും ടാർഗറ്റും റേറ്റിംഗ്സും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. യെസ് ബാങ്കിൻ്റെ വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 12% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ബാങ്കിങ് സെക്ടർ 7% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ 5% കറക്ഷനുമാണ് വന്നത്. 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ യെസ് ബാങ്ക് 15% നെഗറ്റീവ് റിട്ടേൺ, സെൻസെക്സ് -1% ഗെയിൻ. ഇനി യെസ് ബാങ്കിൻ്റെ ലോങ് ഇയർ പെർഫോമൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം യെസ് ബാങ്ക് കംപ്ലീറ്റ്ലി റീസ്ട്രക്ചേർഡ് ആയി കഴിഞ്ഞു. എന്നിരുന്നാലും 1 ഇയറിൽ ഈ സ്റ്റോക്ക് 63% നെഗറ്റീവ് റിട്ടേണും 3 ഇയറിൽ ഈ സ്റ്റോക്ക് 95% നെഗറ്റീവ് റിട്ടേണും ആണ് തന്നത്. ഈ അവസരത്തിൽ യെസ് ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Q3 റിസൾട്ട് അനാലിസിസ് നമ്മൾ ചെയ്തതാണ്. Q3 റിസൾട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ Q3 റിസൾട്ട് അനാലിസിസ് ഒരു പോസിറ്റീവ് നോട്ടാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് കൊണ്ടുവന്നതെന്ന് പറയാം. കാരണം കമ്പനിയുടെ പ്രോഫിറ്റ് 151 കോടിയായി മാറിയിട്ടുണ്ട്. 2019 Q3 കമ്പനി ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്നും ഈ ക്വാർട്ടറിൽ കമ്പനി ഒരു പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തത്. ഏകദേശം 16.5% പ്രോഫിറ്റിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് പറയാം. അതുകൂടാതെ കമ്പനി സുപ്രധാനമായ അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് കമ്പനി 10,000 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്. അതുകൂടാതെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 1064 നിന്നും 2560 മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ ലോൺ ബുക്കിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 2% ഉയർന്നിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ Q3 റിസൾട്ട് അനാലിസിസിൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അവിടെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ് കമ്പനിയുടെ ലോൺ റിക്കവറിംഗ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോസ് NPAയിലുള്ള വർധനവുമായിരുന്നു 2 ഡീമെറിറ്റ് പോയിന്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് കമ്പനിയുടെ ഗ്രോസ് NPA നോക്കുകയാണെങ്കിൽ 15.36% ഉയർന്നിരുന്നു. ഇത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ് പോയിന്റായിട്ട് നമ്മൾ Q3 അനാലിസിസിൽ ചെയ്തത്. ഇനി ഈ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു Q3 റിസൾട്ടും അതുപോലെ തന്നെ കമ്പനി അതിൻ്റെ ബിസിനസ് റിക്കവർ ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസും വന്നതിന് ശേഷവും യെസ് ബാങ്കിൽ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പ്രമുഖ റിസർച്ച് ഏജൻസി ആയിട്ടുള്ള AMK റിസർച്ച് അതിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ സബ് പാർ റിട്ടേൺ റേഷ്യോസും അതുപോലെ തന്നെ അൺഫേവറബിൾ റിസ്ക് റിവാർഡ് റേഷ്യോസും വന്നതുകൊണ്ടാണ് ഈ കമ്പനിയിൽ ഇത്രയും വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത് എന്ന് പറയുന്നത്. കൂടാതെ AMK റിസർച്ച് ഈ കമ്പനിക്ക് സെൽ എന്ന് പറയുന്ന റേറ്റിംഗും ആണ് നൽകിയത്. ഇനി നമ്മൾക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാം എന്താണ് അൺഫേവറബിൾ റിട്ടേൺ റേഷ്യോസ് അല്ലെങ്കിൽ അൺഫേവറബിൾ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് യെസ് ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ എമൗണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ 11%, അതായത് ഏകദേശം 185 ബില്യൺ രൂപയ്ക്ക് തത്തുല്യമായ ലോൺ സ്ട്രെസ്ഡ് ലോൺ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ സ്ട്രെസ്ഡ് ലോൺ കാറ്റഗറിയെ കൗണ്ടർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ എമൗണ്ട് നോക്കുകയാണെങ്കിൽ വെറും 27 ബില്യൺ ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ലോണിൻ്റെ 1.6% എമൗണ്ട് മാത്രമേ പ്രൊവിഷൻ എമൗണ്ടിൽ വെച്ചിട്ടുള്ളൂ. അതായത് ടോട്ടൽ സ്ട്രെസ്ഡ് ലോണിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ എമൗണ്ട് ഇൻഅഡിക്വേറ്റ് ആണെന്ന് നമ്മൾക്ക് ക്ലിയറായി വ്യക്തമാകും. ഇത് തന്നെയാണ് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡിറ്റോറിയേഷൻ, അല്ലെങ്കിൽ ഈ ഒരു റീസൺ തന്നെയാണ് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഇത്രയും വലിയ ഡിറ്റോറിയേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ റീസണായിട്ട് AMK റിസർച്ച് ഏജൻസീസ് പറയുന്നത് കമ്പനി അതിൻ്റെ NPAs ഒരു സെപ്പറേറ്റ് ARCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി ആവിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ARC എന്ന് പറഞ്ഞാൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അതായത് യെസ് ബാങ്കിൽ ഇതുവരെയുള്ള എത്ര ബാഡ് ലോൺസ് ഉണ്ടോ ഈ ബാഡ് ലോൺസുകളെല്ലാം കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും മാറ്റി ഒരു പ്രത്യേക അസറ്റ് റിക്കവറിങ് അല്ലെങ്കിൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകാനാണ് പോകുന്നത്. ഈ സ്ട്രാറ്റജി ഒരുപാട് പ്രമുഖ
കമ്പനികളെല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത് ഒരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ലോൺ റിക്കവറി ഗ്യാങ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബാഡ് ലോൺ റിക്കവറി ഗ്യാങ് കമ്പനിക്ക് കിട്ടുകയും അവർ നോർമൽ ബാങ്കിങ്ങിൻ്റെ ഓപ്പറേഷനിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ ലോൺ റിക്കവറി എന്ന് പറയുന്ന ആക്ഷനുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ MK റിസർച്ച് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത് സക്സസ് ആകണമെന്ന് ഉറപ്പില്ല എന്ന് തന്നെയാണ്. അതായത് ഇത് സക്സസ് ആവണമെങ്കിൽ നമ്മൾക്ക് ARC അല്ലെങ്കിൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ കമ്പനിയുടെ റിക്കവറി റെക്കോർഡിനെ കുറിച്ചുള്ള ഡേറ്റ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഇത് സക്സസ് ആകുമോ ഫെയിൽ ആകുമോ എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. 2003 IDBI ബാങ്കിൽ സെയിം സിറ്റുവേഷൻ വന്നതായിരുന്നു. അന്ന് IDBI ബാങ്ക് ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി കൊണ്ട് സക്സസ് ആയില്ല എന്നാണ് MK റിസർച്ച് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മൂന്നാമത്തെ ഫാക്റ്റായിട്ട് പറയുന്നത് 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് തന്നെയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം 10,000 രൂപയുടെ ഫണ്ട് റൈസിംഗ് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ന്യൂസാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം യെസ് ബാങ്കിൻ്റെ EPS അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ വളരെ കുറവാണ്. പക്ഷേ യെസ് ബാങ്കിൽ വീണ്ടും 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒന്നെങ്കിൽ അത് ബോണസ് ഷെയർ വഴിയാകാം, അല്ലെങ്കിൽ FPO വഴിയാകാം, അതല്ലെങ്കിൽ സ്പ്ലിറ്റ് ഷെയർ വഴിയാകാം, ഏത് മെത്തേഡ് വഴിയും ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ലിക്വിഡിറ്റി കൂടും. ലിക്വിഡിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും. നമ്പർ ഓഫ് ഷെയർസ് കൂടുമ്പോഴത്തേക്കും കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ റെഡ്യൂസ് ആകും. ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. ഇതും ഒരു റീസണായിട്ട് പറയുന്നുണ്ട്. കൂടാതെ അടുത്ത പോയിൻ്റായിട്ട് MK റിസർച്ച് ഏജൻസീസ് പറയുന്നത് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഫോൾ ഔട്ട് ആകുന്നതിന് മുൻപേ തന്നെ കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയാണ് 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് നടത്തുന്നത് എന്നാണ്. അതായത് സുപ്രീം കോടതിൻ്റെ അനുസരണം കമ്പനിക്ക് NBA ഡിക്ലെയർ ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ കമ്പനിയിൽ ഉണ്ടാകുന്ന അസറ്റ് ക്വാളിറ്റിയിലുള്ള ഡിറ്റോറിയേഷൻ സംഭവിക്കുന്നത്, അതായത് അസറ്റ് ക്വാളിറ്റിയിലുള്ള ഡിറ്റോറിയേഷൻ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കമ്പനി ഒരു 10,000 കോടി രൂപയുടെ ഫണ്ട് കൂടി സെക്യൂർ വേയിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു റീസണായിട്ട് പറയുന്നുണ്ട്. ഇനി യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ചില പോസിറ്റീവ് ന്യൂസുകൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്രെഡിറ്റും അതുപോലെ തന്നെ ഡെപ്പോസിറ്റും എല്ലാം ഇൻക്രീസ് ആകുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ബിസിനസ് മോഡൽ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നും റീറ്റെയിൽ സെക്ടറിലേക്ക് മാറുന്നുണ്ട്. കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഫാക്റ്റ് തന്നെയാണ്. അതുകൂടാതെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കുകയാണെങ്കിൽ 19.9%. നമ്മൾ Q3 റിസൾട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ലോണിലുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2% ലോണിൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി MK റിസർച്ച് ഏജൻസി കൂടാതെ മറ്റു ചില പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ കൂടി യെസ് ബാങ്കിൽ അവരുടെ റേറ്റിംഗും ടാർഗറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ആ റേറ്റിംഗും ടാർഗറ്റും കൂടി പരിചയപ്പെടാം. അതായത് എലാറ ക്യാപിറ്റൽ യെസ് ബാങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്ന റേറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 6 രൂപ പെർ ഇക്വിറ്റി ഷെയർ ആണ്. അതുപോലെ തന്നെ ICICI സെക്യൂരിറ്റീസ് യെസ് ബാങ്കിൽ ഹോൾഡ് എന്ന് പറയുന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 16 ആണ്. MK റിസർച്ച് ഏജൻസീസ് ഈ കമ്പനിയിൽ സെൽ എന്ന് പറയുന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 11 രൂപയാണ്. അതായത് 3 വ്യത്യസ്ത റിസർച്ച് ഏജൻസികൾ 3 ടാർഗറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് യെസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. യെസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മളിവിടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 1 ഡേ ചാർട്ട് പാറ്റേണിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകും. അതായത് യെസ് ബാങ്ക് 17 രൂപ എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് രണ്ടാമത്തെ മേജർ സപ്പോർട്ടായിട്ടുള്ള 15 രൂപ എന്ന് പറയുന്ന സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇവയെല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട്. മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ പാറ്റേണിൽ നിന്നും ബിയറിഷ് മൊമെൻറ്റമാണ് മനസ്സിലാക്കുന്നത്. RSI നോക്കുകയാണെങ്കിൽ RSIയും വീക്കാണ്. MACD നോക്കുകയാണെങ്കിലും സെൽ എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ തന്നെയാണ് MACDയും നൽകുന്നത്. യെസ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 15 രൂപ എന്ന് പറയുന്ന ലെവൽ തന്നെയാണ് യെസ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്. ഇനി വരുന്ന ട്രേഡിംഗ് സെഷനുകളിൽ ഈ സപ്പോർട്ടിനെ യെസ് ബാങ്ക് റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. യെസ് ബാങ്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഇന്ന് യെസ് ബാങ്കിലുള്ള NPSനെ കുറിച്ചുള്ള വ്യക്തമായ ക്ലിയർ കട്ട് പിക്ചർ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിന് ശേഷം ബാങ്കിങ് സെക്ടർ സ്റ്റോക്കുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം യെസ് ബാങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.